எவ்வளோ பெரிய ஃப்ரிட்ஜ் அலமார மாதிரி தெரியுது. அம்மா இதுக்குள்ள எப்படி பொருளெல்லாம் வைக்க முடியும்? അതെ ലച്ചുവിനോട് ഞാൻ പറഞ്ഞു ഈ ഇരിക്കുന്ന ഫ്രിഡ്ജിനകത്തിലെ സാധനം എല്ലാം കൂടെ കൊള്ളത്തില്ലെന്ന്. അപ്പം അവൾ പോയി മേടിച്ചോണ്ട് വന്നതാ. പകുതി വിലയ്ക്ക് കിട്ടിയെന്നൊക്കെ അവൾ പറയുന്നത്. ഉള്ളതാണോ കള്ളതാണോ? അമ്മമ്മേ സിപ്പപ്പ് ഐസ്ക്രീമൊക്കെ കൊറേ വെക്കാല്ലേ, പിന്നെ ഒളിച്ചോളി കളിക്കുമ്പോ ഒളിച്ചിരിക്കും. കൊച്ചേ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യല്ലേ, അപകടം ഉണ്ടാവും. அம்மா எப்படி ஆனாலும் ரொம்ப அழகா இருக்கு. ഞങ്ങളുടെ പടവലത്തൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. പഴയ ഫ്രിഡ്ജാ. ഫ്രിഡ്ജെങ്കിൽ ഫ്രിഡ്ജ് അതാണ്. ചില സമയത്ത് അതിനകത്തിലെല്ലാം നല്ല തണുത്തിരിക്കും, ചില സമയത്താണെങ്കിൽ എല്ലാം ചൂടായിട്ടിരിക്കും. ചൂടാ? അയ്യോ, அந்த ഫ്രിഡ്ജ് എங்கே ഇருந்து വാങ്ങിനീங்க? അതൊക്കെ പണ്ട് മേടിച്ചതല്ലേ, ഇപ്പോഴൊന്നും മേടിച്ചൊന്നും അല്ലല്ലോ. അപ്പൊ അത് അതിന്റെ ഗുണം കാണിക്കും. എന്താണ് എല്ലാരും കൂടെ അടുക്കള ചർച്ച? ഫ്രിഡ്ജിന്റെ അടുത്ത് എന്തെങ്കിലും തീരുമാനമാക്കിയ? ഒരു തീരുമാനമായില്ല, കണ്ട് ആസ്വദിച്ചോണ്ട് നിൽക്കുന്നു. അയ്യടാ എന്താണ് പരിപാടി? നീ சிவா, எனக்கு இது தொடர்றதுக்கே பயமா இருக்கு. அவ்வளோ பெருசுடா. ആന്റി എന്തിനാണ് പേടിക്കണേ? പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് തൊട്ടോ. പിന്നെ ഇലക്ട്രിക്കിന്റെ സാധനമാണ്, പറയാൻ പറ്റില്ല, എന്ത് വേണേലും സംഭവിക്കും. ஏண்டா பயம்படுத்துறியா? ഇതൊന്നും അല്ല ഇവിടുത്തെ ഇനി ഹൈലൈറ്റ്. അമ്മൂമ്മയുടെ സാധനങ്ങളൊക്കെ ആയിരിക്കും കയ്യിൽ കിട്ടുന്ന എല്ലായിടത്തും ഫ്രിഡ്ജിനകത്ത് കയറ്റും. ഇത് സ്റ്റോറേജ് റൂം ആയിരിക്കും തൊട്ട് ഇവിടെ. ഉറപ്പല്ലേ? ഇനി ഈ വീട്ടിൽ ഒരു ഒറ്റ വേസ്റ്റ് കാണൂല, ഉള്ളത് മൊത്തം ഇതിനകത്ത് കാണും. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ ഫ്രിഡ്ജ് കാണുന്നത്, ഞാൻ ഇതിനു മുമ്പ് ഫ്രിഡ്ജ് കണ്ടിട്ടേ ഇല്ല. ഒന്ന് പോടെ ഇറക്കാം. ഇനി അമ്മമ്മ ഈ ഫ്രിഡ്ജിനകത്ത് പായും തലേണൊക്കെ വെച്ച് സുഖം ഉറക്കായിരിക്കും. ഇടി അത് മാത്രമല്ല, അമ്മൂമ്മ ഇപ്പൊ നോക്കിയോ, ഇതിനകത്ത് അമ്മൂമ്മയുടെ കയ്യിരിക്കണം ഞാനപ്പാന ഭഗവത്ഗീത മൊത്തം എടുത്തു വെക്കും. എന്നിട്ട് ഒരു ദിവസം വൈകിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴായിരിക്കും അമ്മൂമ്മ അതിനകത്തിരുന്ന് രാമായണം ചൊല്ലണം കാണും. പൊന്നു മോളെ, വിളക്കൊന്നും കൊളുത്തി വെക്കരുത് കേട്ടോ അതിനകത്ത്. എല്ലാരോടും എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കരുത്. നീ പോടാ അവിടുന്ന്. അമ്മമ്മ ഇപ്പൊ പല സാധനങ്ങളും പല സ്ഥലത്താ വെക്കുന്നത്. അയ്യോ, അമ്മൂമ്മയ്ക്ക് വയസ്സായില്ലേ, ഓർമ്മപ്പശമൊക്കെ ഉണ്ടാവുമപ്പാ. ആർക്ക്? ഞങ്ങളുടെ ഭവാനി കൊച്ചിനോ? ചുമ്മാ 18 കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭവാനി മോള് ഇതേപോലെ ഒരു 19 കൊല്ലം കൂടെ ഓടിച്ചാടി എങ്ങായിട്ട് നടക്കൂലേ? നമ്മക്ക് അത്രയും വർഷമൊന്നും ഇരിക്കണ്ടായേ. ആര് പറഞ്ഞു? ചുമ്മാ കള്ളം. അമ്മമ്മക്ക് നമ്മുടെ പാറക്കുട്ടിയുടെ കല്യാണം കണ്ട് പാറക്കുട്ടിക്ക് പിള്ളേരാവുന്ന കണ്ടിട്ടേ പോകത്തുള്ളൂ. ശിവാ, കുറച്ച് പറയരുത്. പാറക്കുട്ടിയുടെ പിള്ളേരുടെ കല്യാണം കാണണമെന്നാണ് അമ്മൂമ്മയുടെ ആഗ്രഹം. அப்படின்னா அந்த கல்யாணத்துக்கு நானும் போவேன். കരകാന്റെ അമ്മമ്മ സെറ്റാ. പിന്നെ അവർ രണ്ടല്ല, അവരൊന്നാണ്. ജമ്പനും തുമ്പനും. അതെ, ജമ്പൻ തുമ്പൻ വെർഷൻ 2.0. ശരിയുണ്ടോ അമ്മൂമ്മ? എന്നെ കളിയാക്കിയായി ചിരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. அம்மாவோட சிரிப்பு பார்க்கறது தான் எனக்கு ரொம்ப பிடிக்கும். കണ്ടോ കണ്ടോ, എവിടുന്നോ വന്ന ഈ കൊച്ചിന് പോലും എന്റെ സന്തോഷം കാണാൻ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല. എന്തിനാ അമ്മൂമ്മ അങ്ങനെ ഒരു ടോക്ക്? എന്താണ്, ഞങ്ങൾ ചിരിപ്പിക്കുന്നില്ലേ? ചിരിപ്പിക്കണോ? ഇപ്പൊ ഇങ്ങനൊക്കെ പറയും, കുറച്ച് കഴിയുമ്പോഴേ നിങ്ങളെല്ലാം നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് പോകും. അപ്പോഴും അപ്പൂപ്പനും അമ്മൂമ്മയും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. സ്വന്തം അച്ഛനെയും അമ്മയും പോലും നോക്കാത്ത മക്കളുള്ള കാലമാണ്. അപ്പോഴാ പിന്നെ അമ്മൂമ്മയും അപ്പൂപ്പനെ നോക്കാൻ വരുന്നത്. നമുക്ക് ഈ ടോക്ക് ഇവിടെ നിർത്തിയാലോ? ഇല്ലെങ്കിൽ ഭവാനി മോള് പറഞ്ഞ മോളിലെത്തും. എന്തിനാ വെറുതെ അയ്യോ, അവിടെ തുടങ്ങി വിടല്ലേ. ചിരിച്ച വീട് ഇവിടെ വേണ്ട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.